ക്യാനിങ് പ്രഭു 1856 മുതൽ 1862 വരെ ഇന്ത്യ ഭരിച്ച ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയുമായിരുന്നു ക്യാനിങ് പ്രഭു. 1856 മുതൽ 1862 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1858 മുതലാണ് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് ക്യാനിങ് പ്രഭു ചുമതലയേൽക്കുന്നത്. 1858 മുതലാണ്. 1857 ബോംബെ, കൽക്കത്ത, മദ്രാസ് എന്നീ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. 1857 ബോംബെ, കൽക്കട്ട, മദ്രാസ് എന്നീ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. ഡൽഹൌസി ആരംഭിച്ച ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ക്യാനിങ് പ്രഭുവാണ്. ഡൽഹൌസി ആരംഭിച്ച ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ക്യാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ഹൈക്കോടതി നിയമം എന്നിവയുടെ ശില്പിയാണ് ക്യാനിങ് പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ഹൈക്കോടതി നിയമം എന്നിവയുടെ ശില്പിയാണ് ക്യാനിങ് പ്രഭു. ബംഗാളിൽ ഇൻഡിഗോ കലാപം നടക്കുന്ന സമയത്ത് ക്യാനിങ് ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി. അടിമക്കച്ചവടം നിരോധിച്ച വൈസ്രോയിയാണ് ക്യാനിങ് പ്രഭു. അടിമക്കച്ചവടം നിരോധിച്ച വൈസ്രോയിയാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡ് ക്യാനിങ് പ്രഭു പാസ്സാക്കുന്നത്. ഇൻഡിഗോ റെവല്യൂഷൻ നടക്കുന്നത്, അത് ബംഗാളിലെ ഇൻഡിഗോ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ക്യാനിങ് പ്രഭുവായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. 1860 ഇൻഡിഗോ റെവല്യൂഷൻ നടക്കുന്നത്. വൈറ്റ് മ്യൂട്ടണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി ലോർഡ് ക്യാനിങ് ആയിരുന്നു. 1859 വൈറ്റ് മ്യൂട്ടണി നടക്കുന്നത്. ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് 1861 പാസ്സാക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ആക്റ്റും 1861. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് ക്യാനിങ് ആണ്. 1861 പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൽജിൻ പ്രഭു ഒന്നാമൻ 1862 മുതൽ 1863 വരെയാണ് എൽജിൻ പ്രഭുവിൻ്റെ കാലഘട്ടം. സുപ്രീം കോടതിയും സാദർ കോർട്ടും കൂടെ ഏകീകരിച്ച് ഹൈക്കോടതി സമ്പ്രദായം കൊണ്ടുവന്നത് എൽജിൻ പ്രഭുവാണ്. എൽജിൻ പ്രഭുവിൻ്റെ കാലത്താണ് കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി രൂപീകരിക്കുന്നത്. 1862 ഹൈക്കോടതികൾ രൂപീകരിച്ചത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള വഹാബി മൂവ്മെൻറ്റിനെ അടിച്ചമർത്തിയത് ലോർഡ് എൽജിനാണ്. സർ ജോൺ ലോറൻസ് 1864 മുതൽ 69 വരെയാണ് സർ ജോൺ ലോറൻസിൻ്റെ കാലഘട്ടം. ഇന്ത്യയുടെ രക്ഷകനെന്നും വിജയത്തിൻ്റെ ഓർഗനൈസർ അല്ലെങ്കിൽ സംഘാടകനെന്നും അറിയപ്പെട്ടിരുന്നത് സർ ജോൺ ലോറൻസ് ആണ്. വളരെയധികം കനാലുകളും റെയിൽവേ പാലങ്ങളും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല വർക്കുകളും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉണ്ടായത്. ഇന്ത്യയിൽ സ്കോളർഷിപ്പ് സമ്പ്രദായം കൊണ്ടുവന്നത് സർ ജോൺ ലോറൻസ് ആണ്. കർഷകരെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വേണ്ടി അദ്ദേഹം വളരെയധികം പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. യൂറോപ്പിലേക്ക് ടെലിഗ്രാഫ് സംവിധാനത്തിലൂടെ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഫാമിനെ കമ്മീഷൻ ആരംഭിച്ചതും ഇദ്ദേഹമാണ്. മേയോ പ്രഭു 1869 മുതൽ 1872 വരെ ഇന്ത്യ ഭരിച്ച വൈസ്രോയി ആയിരുന്നു മേയോ പ്രഭു. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ പ്രഭുവും ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബെയറിൽ വെച്ച് വധിക്കപ്പെട്ട ഇന്ത്യയിലെ വൈസ്രോയിയും മേയോ പ്രഭുവാണ്. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ അജ്മീറിലാണ്. ഇന്ത്യയിൽ പൊതുമേഖലാ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ കുക്ക മൂവ്മെൻറ്റ് വളരെയധികം ശക്തി പ്രാപിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് മേയോ പ്രഭുവാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചതും മേയോ പ്രഭുവാണ്. മേയോ പ്രഭുവിനെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സെല്ലുലാർ ജയിലിൽ വെച്ച് വധിച്ചത് ഷേർ അലിയാണ്. ഇന്ത്യയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് മേയോ പ്രഭുവാണ്. നോർത്ത് ബ്രൂക്ക് പ്രഭു 1872 മുതൽ 1876 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇന്ത്യയിൽ കുക്കാലഹള നടക്കുന്നത് നോർത്ത് ബ്രൂക്ക് പ്രഭുവിൻ്റെ കാലത്താണ്. ആദായ നികുതി സമ്പ്രദായം നിരോധിച്ചത് നോർത്ത് ബ്രൂക്ക് പ്രഭുവാണ്. അഫ്ഗാൻ പ്രശ്നത്തിലാണ് ഇദ്ദേഹം രാജിവെക്കുന്നത്. ലിട്ടൺ പ്രഭു 1876 മുതൽ 1880 വരെയാണ് ലിട്ടൺ പ്രഭുവിൻ്റെ കാലഘട്ടം. നാട്ടുഭാഷാ പത്രനിയമം ആരംഭിച്ചു, അതായത് വെർണക്കുലർ പ്രസ് ആക്ട്. നാട്ടുഭാഷാ പത്രനിയമം ആരംഭിച്ചത് ലിട്ടൺ പ്രഭുവാണ്. ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഇന്ത്യക്കാർ ആയുധം ഉപയോഗിക്കാതിരിക്കാൻ ആയുധ നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. വിക്ടോറിയ രാജ്ഞിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകി ആദരിച്ചത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്താണ്. 1876 റോയൽ ടൈറ്റിൽ ആക്ട് പാസ്സാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന തുണിത്തരങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാതാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. 1878 വെർണക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയതും 1878
ആംസ് ആക്ട് പാസാക്കിയതും ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്താണ്. ഒവൻ മെറിഡിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയും ലിട്ടൺ പ്രഭുവാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രത്യേകം സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വ്യക്തിയും ലിട്ടൺ പ്രഭുവാണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയും ലിട്ടൺ പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി 21 നിന്നും 19 കുറച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പ്രായപരിധി 19 നിന്നും 21 ഉയർത്തിയത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചത് മേയോ പ്രഭുവും എന്നാൽ ഇന്ത്യയിൽ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു 1880 മുതൽ 1884 വരെയാണ് റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടം. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ചതും റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബില്ല് നിയമം കൊണ്ടുവന്നു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി നിയമം ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ബാലവേല നിരോധനം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റിപ്പൺ പ്രഭു ഫാക്ടറി നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. തദ്ദേശ സ്വയംഭരണ നിയമം കൊണ്ടുവന്നത് 1882 ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി ആക്ട് കൊണ്ടുവന്നത് 1881 നാട്ടുഭാഷാ പത്ര നിയമം അതായത് വെർണക്കുലാർ പ്രസ് ആക്ട് പിൻവലിച്ചത് 1882 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്. മേയോ പ്രഭുവിൻ്റെ കാലത്തിൽ ആരംഭിച്ച അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പുനഃക്രമീകരിച്ചത് റിപ്പൺ പ്രഭുവാണ്. 1883 ഇൽബർട്ട് ബില്ല് പാസ്സാക്കുന്നത്. ഇൽബർട്ട് ബിൽ പ്രക്ഷോഭ സമയത്തും റിപ്പൺ പ്രഭുവാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. 1882 വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. 1881 ഇന്ത്യയിൽ റെഗുലർ സെൻസസ് ആരംഭിച്ചത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്. ജനകീയനായ വൈസ്രോയി അല്ലെങ്കിൽ സർവപ്രിയനായ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭുവാണ്. ഡഫറിൻ പ്രഭു 1884 മുതൽ 1888 വരെ ഇന്ത്യ ഭരിച്ച വൈസ്രോയി ആയിരുന്നു ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് വൈസ്രോയിയും ഡഫറിൻ പ്രഭുവാണ്. മൂന്നാം ആംഗ്ലോ ബർമീസ് വാർ നടക്കുന്ന സമയത്ത് ഡഫറിൻ പ്രഭുവാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡഫറിൻ പ്രഭുവാണ്. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചതും ഡഫറിൻ പ്രഭുവാണ്. ലാൻസ് ഡൗൺ പ്രഭു 1888 മുതൽ 1894 വരെയാണ് ലാൻസ് ഡൗൺ പ്രഭുവിൻ്റെ കാലഘട്ടം. ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തിയായ ഡ്യൂറൻ്റ് രേഖ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് രൂപപ്പെടുത്തിയത്. രണ്ടാം ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയത് ലാൻസ് ഡൗൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു 1899 മുതൽ 1905 വരെയാണ് കഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടം. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. 1900 തിരുവിതാംകൂർ സന്ദർശിക്കുന്നത്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. രാജ രവിവർമ്മയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് കഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കി. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. 1902 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തത് കഴ്സൺ പ്രഭുവാണ്. 1902 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത് 1904 ഇന്ത്യൻ കൊയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയത് ലോർഡ് കഴ്സണാണ്. ഇന്ത്യൻ കൊയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് എന്ന നിയമം പാസ്സാക്കിയത് ലോർഡ് കഴ്സണാണ്. ആന്റണി മക്ഡൊണാൾഡിൻ്റെ നേതൃത്വത്തിൽ ഫാമിനെ കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ്. പ്രാചീന ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനും പുതുക്കിപ്പണിയുന്നതിനും ഉള്ള നിയമം പാസ്സാക്കിയത് കഴ്സൻ്റെ കാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന വ്യക്തി കഴ്സണാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് കഴ്സൻ്റെ കാലത്താണ്. 1904 ഇത് രൂപീകരിച്ചത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ സർ ജോൺ മാർഷൽ ആയിരുന്നു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ നയമായിരുന്നു ബംഗാൾ വിഭജനം. 1905 ബംഗാൾ വിഭജനം നടത്തിയത്. കോൺഗ്രസിൻ്റെ സമാധാനപരമായ മരണത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കുകൊണ്ടും വാളുകൊണ്ടുമാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. മിൻറ്റോ രണ്ടാമൻ പ്രഭു 1905 മുതൽ 1910 വരെ ഇന്ത്യ ഭരിച്ച വൈസ്രോയി ആയിരുന്നു മിൻറ്റോ രണ്ടാമൻ. 1906 മുസ്ലിം ലീഗ് ധാക്കയിൽ രൂപം കൊള്ളുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിയാണ് മിൻറ്റോ രണ്ടാമൻ. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസ്സാക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് മിൻറ്റോ രണ്ടാമനാണ്.
1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ പരിഷ്കാരമായിരുന്നു മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണ മണ്ഡലം അനുവദിച്ചു കൊടുത്ത പരിഷ്കാരമായിരുന്നു മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ബംഗാൾ വിഭജനം നടപ്പിൽ വന്നപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിയും മിൻറ്റോ രണ്ടാമനായിരുന്നു. ഹാർഡിഞ്ച് പ്രഭു 1910 മുതൽ 1916 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് ഹർഡിഞ്ച് പ്രഭുവാണ്. 1911 കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം മാറ്റിയത്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത ഭരണാധികാരി ഹർഡിഞ്ച് പ്രഭുവാണ്. ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരിയും ഹർഡിഞ്ച് പ്രഭുവാണ്. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് 1915 പാസ്സാക്കിയത് ഹർഡിഞ്ച് പ്രഭുവാണ്. ഹർഡിഞ്ച് പ്രഭുവിനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരനാണ് റാഷ് ബിഹാരി ബോസ്. ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെയും രാജ്ഞി മേരിയുടെയും ഇന്ത്യൻ സന്ദർശനത്തിൻ്റെ വേളയുടെ സ്മരണാർത്ഥം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിൽ സ്ഥാപിച്ചത് ഹർഡിഞ്ച് പ്രഭുവാണ്. മദൻ മോഹൻ മാളവ്യ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ ചാൻസലറായിരുന്നു ഹർഡിഞ്ച് പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവും ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴത്തെ വൈസ്രോയി ലോർഡ് മിൻറ്റോയും ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഭരണാധികാരി ഹർഡിഞ്ച് പ്രഭുവുമാണ്. ചെംസ്ഫോർഡ് 1916 മുതൽ 1921 വരെയാണ് ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലഘട്ടം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പാസ്സാക്കിയത് ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ ഭരണപരിഷ്കാരത്തെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നും അറിയപ്പെടുന്നു. യൂണിവേഴ്സിറ്റി കമ്മീഷനായ സാഡ്ലർ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തത് ചെംസ്ഫോർഡിൻ്റെ കാലത്താണ്. ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുമ്പോൾ ഭരണാധികാരി ചെംസ്ഫോർഡാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. തേർഡ് അഫ്ഗാൻ വാർ നടക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ചെംസ്ഫോർഡിൻ്റെ കാലഘട്ടത്തിലാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിക്കുന്നത് ചെംസ്ഫോർഡിൻ്റെ കാലഘട്ടത്തിലാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് പിന്നീട് അലിഗർ മുസ്ലിം സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1920 ചെംസ്ഫോർഡിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. 1919 റൗലറ്റ് ആക്ട് പാസ്സാക്കിയതും ചെംസ്ഫോർഡിൻ്റെ കാലഘട്ടത്തിലാണ്. 1921 മുതൽ 1926 വരെ വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. റൗലറ്റ് നിയമം പിൻവലിച്ചത് റീഡിംഗ് പ്രഭുവാണ്. ഇന്ത്യ ഭരിച്ച ഏക ജൂത വംശജനായ ഭരണാധികാരിയാണ് റീഡിംഗ് പ്രഭു. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു റീഡിംഗ് പ്രഭു. 1921 അക്വർത്ത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം റെയിൽവേ ബജറ്റിനെ ജനറൽ ബജറ്റിൽ നിന്നും വേർതിരിച്ചത് റീഡിംഗ് പ്രഭു ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നതിന് കാരണഹേതുവായ ഹിൽട്ടൺ യങ് റോയൽ കമ്മീഷനെ 1926 നിയമിച്ചത് റീഡിംഗ് പ്രഭു ആയിരുന്നു. 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത് റീഡിങ്ങിൻ്റെ കാലത്താണ്. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യൻ പൗരനെയും തടവിൽ വയ്ക്കാനുള്ള നിയമമായിരുന്ന റൗലറ്റ് ആക്ട് 1919 പിൻവലിച്ചത് റീഡിംഗ് പ്രഭുവാണ്. ഇർവിൻ പ്രഭു 1926 മുതൽ 1931 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നത് ഇർവിൻ പ്രഭുവാണ്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് ഇർവിൻ പ്രഭുവാണ്. ഗാന്ധി ഇർവിൻ സന്ധി 1931 ഒപ്പുവെക്കുന്നത് ഇർവിൻ പ്രഭുവിൻ്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണസ്വരാജ് പ്രഖ്യാപിച്ചപ്പോഴും ഒന്നാം വട്ടമേശ സമ്മേളന സമയത്തും ഇന്ത്യ ഭരിച്ചിരുന്നത് ഇർവിൻ പ്രഭുവാണ്. രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യ വൈസ്രോയിയും ഇർവിൻ പ്രഭുവാണ്. സൂര്യസെന്നിൻ്റെ നേതൃത്വത്തിൽ 1930 ചിറ്റഗോങ് ആയുധപുര ആക്രമണം നടക്കുമ്പോൾ ഇർവിൻ പ്രഭുവായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് 1931 മാർച്ച് 23 ഇന്ത്യ ഭരിച്ചിരുന്നത് ഇർവിൻ പ്രഭുവാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18ഉം 14ഉം ആക്കി മാറ്റിയ ശാരദാ നിയമം 1929 പാസ്സാക്കിയത് ഇർവിൻ പ്രഭുവാണ്. പാർലമെൻറ്റ് മന്ദിരത്തിന് ഉദ്ഘാടനം ചെയ്തത് ഇർവിൻ പ്രഭുവാണ്. വെല്ലിംഗ്ടൺ 1 മുതൽ 1936 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു.
രണ്ടാം വട്ടമേശ സമ്മേളനവും മൂന്നാം വട്ടമേശ സമ്മേളനവും നടക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിയാണ് വെല്ലിംഗ്ടൺ പ്രഭു. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയിയാണ് വെല്ലിംഗ്ടൺ പ്രഭു. ഗാന്ധിയും അംബേദ്കറും തമ്മിൽ നടന്ന പൂന സന്ധി ഒപ്പുവയ്ക്കുന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു റാംസെ മക്ഡൊണാൾഡ്. ലിൻ ലിത്ഗോ പ്രഭു 1936 മുതൽ 1943 വരെയാണ് ലിൻ ലിത്ഗോ പ്രഭു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിലവിൽ വന്നപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിയാണ് ലിൻ ലിത്ഗോ. ഓഗസ്റ്റ് വാഗ്ദാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈസ്രോയിയും ലിൻ ലിത്ഗോ പ്രഭുവാണ്. ക്വിറ്റ് ഇന്ത്യ സമര സമയത്തെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭുവാണ്. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് ഓഫർ ലിൻ ലിത്ഗോ പ്രഭു മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് എന്ന് പ്രഖ്യാപിച്ച വൈസ്രോയും ലിൻ ലിത്ഗോ പ്രഭുവാണ്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് ലിൻ ലിത്ഗോ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. വേവൽ പ്രഭു 1944 മുതൽ 1947 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. റോയൽ നേവൽ മ്യൂട്ടണി 1946 നടക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് വേവൽ പ്രഭുവാണ്. ഇന്ത്യയിൽ ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് വേവൽ പ്രഭുവാണ്. 1945 സിംല സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് വേവൽ പ്രഭുവാണ്. സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ച സമയത്ത് വേവൽ പ്രഭുവാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്ന സമയത്ത് വേവൽ പ്രഭുവാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. 1946 ആഗസ്റ്റ് 16 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു 1947 മാർച്ച് മുതൽ 1947 ആഗസ്റ്റ് വരെയാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട പ്ലാൻ അറിയപ്പെടുന്നത് ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ബാൽക്കൻ പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടന്നത്. 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയിയും മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു. സി രാജഗോപാലാചാരി അവസാനത്തെ ഇന്ത്യയിലെ ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറലുമാണ് സി രാജഗോപാലാചാരി. വൈസ് റീഗൽ കൊട്ടാരത്തിൽ, അതായത് ഇന്നത്തെ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. CR എന്ന പേരിലും രാജാജി എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സി രാജഗോപാലാചാരി. എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. തെക്ക് നിന്നുള്ള യോദ്ധാവ്, വേദാരണ്യം ഗാന്ധി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് സി രാജഗോപാലാചാരിയാണ്. 1959 സ്വതന്ത്ര പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചത് രാജഗോപാലാചാരിയാണ്. ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയും അതു ലഭിച്ച ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് രാജഗോപാലാചാരി. 1954 ഭാരതരത്നം നേടുന്നത്.